നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. വേൾഡ് മലയാളി കൗൺസിൽ 14ാമത് ബൈനിയൽ ഗ്ലോബൽ കോൺഫറൻസും മിഡിൽ ഈസ്റ്റ് റീജിയൻ കാരുണ്യ ഭവനം പദ്ധതിയും തിരുവനന്തപുരത്ത് നടക്കുന്ന സമ്മേളനത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ ദുബായിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൗൺസിൽ ഗ്ലോബൽ പ്രസിഡന്റ് ജോൺ മത്തായിയുടെ അധ്യക്ഷതയിൽ ഓഗസ്റ്റ് 2-നാണ് ചടങ്ങ്. ഡോക്ടർ PA ഇബ്രാഹിം ഹാജിയുടെ സ്മരണാർത്ഥമാണ് കാരുണ്യ ഭവനം പദ്ധതി രൂപപ്പെടുത്തിയത്. പദ്ധതിയിൽ പൂർത്തീകരിച്ച ആദ്യ 5 വീടുകളുടെ താക്കോൽ ദാനം ഗ്ലോബൽ കോൺഫറൻസിൽ മുഖ്യമന്ത്രി നിർവഹിക്കും. ദുബായ്, ഷാർജ, ഉമുൽ ഖുവൈൻ, അജ്മാൻ, ഫുജേറ എന്നീ പ്രോവിൻസുകളാണ് കേരളത്തിലെ അർഹരായ അപേക്ഷകർക്ക് ഭവനം നിർമ്മിച്ചു നൽകുന്നത്. 3ാമത് മദീന അന്താരാഷ്ട്ര പുസ്തകമേള ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 5 വരെ നടക്കുമെന്ന് സൗദി സാഹിത്യ പ്രസിദ്ധീകരണ വിവർത്തന കമ്മീഷൻ അറിയിച്ചു. 300-ലധികം പ്രസാധനാലയങ്ങളുടെ പങ്കാളിത്തത്തോടെ 200-ലധികം പവലിയനുകളിലായി അറബ് അന്തർദേശീയ പ്രസിദ്ധീകരണാലയങ്ങളുടെ സഹകരണത്തോടെയാണ് മേള ഒരുങ്ങുന്നത്. രാജ്യത്തെ സാംസ്കാരിക മേഖലയ്ക്ക് മഹത്തായ സംഭാവനകൾ നൽകാൻ പര്യാപ്തമാക്കുന്ന പുസ്തകമേളയിൽ വിവിധ സാംസ്കാരിക സാഹിത്യ പരിപാടികളും സംഘടിപ്പിക്കുമെന്നും കമ്മീഷൻ CEO മുഹമ്മദ് ഹസൻ അൽവാൻ പറഞ്ഞു. മദീനയുടെ സാംസ്കാരിക പ്രാധാന്യവും സാഹിത്യ മേഖലയിലുള്ള മുന്നേറ്റവും പ്രസിദ്ധീകരണ രംഗത്തുള്ള രാജ്യത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന പുരോഗതിയും അടയാളപ്പെടുത്താൻ മേള വഴിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മദീനയിൽ കഴിഞ്ഞ 2 പുസ്തകമേളകളും വൻ സ്വീകാര്യത പിടിച്ചുപറ്റിയിരുന്നു. 6ാമത് ക്രൗൺ പ്രിൻസ് ഒട്ടകോത്സവം ഓഗസ്റ്റ് 10-ന് ആരംഭിക്കും. തോയിഫിലെ ഒട്ടകയോട്ട മൈതാനത്ത് നടക്കാനിരിക്കുന്ന 6ാം പതിപ്പിൻ്റെ ഷെഡ്യൂളിൻ്റെ വിശദാംശങ്ങൾ സൗദി ക്യാമൽ ഫെഡറേഷൻ പ്രഖ്യാപിച്ചു. ഇത്തവണ ആകെ 610 റൗണ്ട് ഒട്ടകയോട്ടങ്ങളുണ്ടാകും. 5.6 കോടി റിയാലിൻ്റെ സമ്മാനങ്ങളാണ് വിജയികൾക്ക് ലഭിക്കുകയെന്നും ക്യാമൽ ഫെഡറേഷൻ അറിയിച്ചു. ഓഗസ്റ്റ് 10 മുതൽ 21 വരെയാണ് പ്രാരംഭഘട്ടം. ഈ 12 ദിവസങ്ങളിൽ ഒട്ടകങ്ങളുടെ 360 മത്സരങ്ങൾക്ക്, അതായത് രാവിലെ 200 റൗണ്ട്, വൈകുന്നേരം 160 റൗണ്ട് മൈതാനം വേദിയാകും. അവസാന ഘട്ടം സെപ്റ്റംബർ 1-ന് ആരംഭിക്കും. ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.